नमस्ते बच्चों, सब लोग कैसे हो? ठीक है ना? तो पढ़ाई के शुरू होने के बाद शुरू करने के बाद हमें दुआ बोलना चाहिए। तो मेरे साथ दुआ बोलो। रब्बी असिर वलातु असिर व तम्मिन बिलहैर व बिका नस्तहीनु या फताहु रब्बी सिदनी इल्मा, रब्बी सिदनी इल्मा, रब्बी सिदनी इल्मा। तो आज हम एक कहानी पढ़ते थे। ये कहानी का नाम क्या था? एक दिन जब खड़ी रुक गई, एक दिन जब खड़ी रुक गई। तो कहानी का नाम क्या था? एक दिन जब खड़ी रुक गई अല്ലേ? ഇതല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൽ 2 പാരഗ്രാഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? तो आज हमें पेज नंबर 19 वहाँ उस पेज में 19ാമത്തെ പേജിൽ सबसे पहले എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് തൊട്ട് വേണം പഠിച്ചു തുടങ്ങാൻ. तो चलिए शुरू करते हैं. सबसे पहले पूर्व दिशा की हवा ने कहा, मैं वर्षा को बुलाऊंगी और गुलगुल सिंह को भिगो दूंगी. अचानक वर्षा होने लगी, लेकिन गुलगुल सिंह के पास तो छाता था. उसने छाता खोला और वह भीगने से बच गया. तो ये है पैराग्राफ. तो നമ്മൾ എന്താ എവിടം വരെ പഠിച്ചത്? ഒരിടത്ത് ഒരു ഗുൽഗുൽ സിംഹം എന്ന് പറഞ്ഞൊരു സന്തോഷവാനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹം എവിടെയാണ് താമസിച്ചത്? അദ്ദേഹത്തിൻ്റെ സിറ്റിയുടെ പേര്, അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഖുഷീനഗർ എന്നായിരുന്നു അല്ലേ? ഖുഷീനഗർ എന്ന പട്ടണത്തിൽ താമസിച്ചിരുന്നു അദ്ദേഹം. ആ നാട്ടിലെ ആ പട്ടണത്തിലെ ക്ലോക്കുകളും വാച്ചുകളും ഒക്കെ ശരിയാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. പട്ടണത്തിൽ വലിയൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു. ആ ക്ലോക്ക് കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു? റിങ് ചെയ്യുമായിരുന്നു. ഈ റിങ് കേട്ടിട്ടാണ്, ഇതിൻ്റെ ബെൽ ശബ്ദം കേട്ടിട്ടാണ് ജനങ്ങളെല്ലാം തന്നെ ഉണർന്നിരുന്നത്. അതുവരെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അപ്പോൾ एक दिन चारों ദിശാവും, അതായത് 4 ദിശകൾ, ഈസ്റ്റ് വെസ്റ്റ്, അത് നമ്മൾ എന്താ എൻ്റെ ഹിന്ദി പറഞ്ഞത്? പൂർവ് പശ്ചിം ഉത്തർ ദക്ഷിൺ. ഈ ദിശകളിലെല്ലാം കൂടി ഉണ്ടായിരുന്ന കാറ്റ് ഒരു ഭാഗത്ത് ഒരിടത്ത് ഒരുമിച്ച് കൂടിയിട്ട് അവരെന്തു പറയുകയുണ്ടായി? ഗുൽഗുൽ സിംഹിനെ നമുക്ക് പറ്റിക്കാം, നമുക്ക് കളിപ്പിക്കാമെന്ന് പറയുകയുണ്ടായി. എന്നിട്ടോ ആരാണ് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത്? ആ കാറ്റ്, ആ ഭാഗത്തെ, ആ ദിശയിലെ കാറ്റ് ജയിച്ചു എന്നാണ് കളിയിൽ അവർ തീരുമാനിച്ചിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടം വരെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ കാറ്റുകൾക്ക് ഹവ ബഹുത് ഖുഷ് ഹോ ഗയെ, വളരെ സന്തോഷിച്ചു. അപ്പോഴാണ് എന്ത്? ഗുൽഗുൽ സിംഹ് ഘർ സെ ബാഹർ ആയ, ബാസാർ കി ഓർ ജാനെ കെ ലിയെ, ചന്തയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങി. ഇതുവരെ നമ്മൾ പറഞ്ഞു. तो बाकी पैराग्राफ ये है. सबसे पहले पूर्व दिशा की हवा ने कहा, मैं वर्षा को बुलाऊंगी और गुलगुल सिंह को भिगो दूंगी. अचानक वर्षा होने लगी, लेकिन गुलगुल सिंह के पास तो छाता था. उसने छाता खोला और वह भीगने से बच गया. അപ്പം എന്താണ് പറയുന്നത്? सबसे पहले എല്ലാത്തിലും ഉപരിയായിട്ട് പൂർവ്വ ദിശ കി ഹവാനെ കഹാ, പൂർവ്വ ദിശ ഈസ്റ്റ് സൈഡിലുള്ള, ഈസ്റ്റ് ഡിറക്ഷനിലുള്ള കാറ്റു പറഞ്ഞു, ഹവ പറഞ്ഞു. ഹവ, വി സ്റ്റഡി ദാറ്റ് വേർഡ് ഹവ. ഹവ ക്യാ ഥാ? ഹവ മാനെ വിൻഡ് അല്ലേ? കാറ്റ്. ഹവ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ? तो पाठ का नाम क्या था? पाठ 3. तो हवा क्या था? हवा WIND, विंड. क्या है? हवा, विंड. हवा क्या है? विंड. तो पाठ का नाम क्या था? एक दिन जब खड़ी रुक गई. ഒരു ദിവസം പെട്ടെന്ന് എന്ത് ചെയ്തു? വാച്ച് സ്റ്റോപ്പായി നിന്നുപോയി എന്നുള്ളതാണ് നമ്മുടെ കഥയുടെ പേര്. मैं वर्षा को बुलाऊंगी. देखो यहाँ वर्षा एक नया शब्द है ना? नया शब्द है. तो वर्षा यहाँ मैं लिखूंगी. वर्षा क्या है? वर्षा इधर चिन्ह इर. वर्षा माने रेन. क्या है वर्षा? रेन. वर्षा क्या है? रेन. മഴ എന്നാണ് വർഷയുടെ അർത്ഥം. RAIN, റെയിൻ അല്ലേ? വർഷാക്കോ ബുലാവൂങ്കി,
ആരാ അവിടെ പറഞ്ഞത്? ഈസ്റ്റ് ദിശയിലുള്ള കാറ്റു പറഞ്ഞു ഞാൻ മഴയെ വിളിക്കും. വർഷാക്കോ ബുലാവുങ്കി, ഞാൻ മഴയെ വിളിക്കും. ബുലാന മാനെ ടു കോൾ, വിളിക്കും, ഞാൻ വിളിക്കും. और गुलगुल सिंह को भिगो दूंगी. भिगना, भिगो, भिगो माने क्या है? സോക്ഡ്, क्या है? ഭിഗോ മാനെ സോക്ഡ്. അതായത് നമ്മൾ മഴ നനഞ്ഞാൽ എന്താണ് അവസ്ഥ? നമ്മൾ നനഞ്ഞു വരും അല്ലേ മഴ പെയ്ത് കഴിഞ്ഞാൽ. അതായത് അയാളെ ഞാൻ നനയിക്കും, അയാളെ മഴ പെയ്ത് എന്ത് ചെയ്യും? അയാളെ മൊത്തം ഞാൻ നനയിക്കും എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഈസ്റ്റ് ദിശയിലുള്ള കാറ്റ് പറഞ്ഞു അല്ലേ. അചാനക് വർഷ ഹോനെലേക്ക്. അചാനക്, അചാനക് क्या है? അചാനക്, അചാനക് മാനെ ഫാസ്റ്റ്. क्या है? ഫാസ്റ്റ്. അചാനക് ഫാസ്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? വർഷാ ഹോനയിലേക്ക്, മഴ പെയ്തു തുടങ്ങി. ലേക്കിൻ ഗുൽഗുൽ സിംഹ് കെ പാസ് തോ ഛാതാ ഥാ. ലേക്കിൻ, ലേക്കിൻ വെച്ചാൽ എന്നാൽ, എന്നാൽ ഗുൽഗുൽ സിംഹിന്റെ കയ്യിൽ. പാസ് क्या है? പാസ്, പാസ് മാനെ നിയർ. क्या है? നിയർ. പാസ് മാനെ നിയർ, അടുത്ത്. അദ്ദേഹത്തിന്റെ കയ്യിൽ, അദ്ദേഹത്തിന്റെ പക്കൽ എന്തുണ്ടായിരുന്നു? ഛാതാ ഥാ. ഛാതാ क्या है? ഛാതാ, ഛാതാ सबको पता होगा. ഛാതാ माने अम्ब्रेला. क्या है? അംബ്രല്ല. ഛാത്ത, അംബ്രല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? കുടയുണ്ടായിരുന്നു. ഛാത്ത, അംബ്രല്ല, കുടയുണ്ടായിരുന്നു. കുട എന്തിനാണ്? വെയിൽ കൊള്ളാതിരിക്കാനും മഴ നനയാതിരിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ. उसने छाता खोला और वह भीगने से बच गया. उसने छाता खोला, അദ്ദേഹം എന്ത് ചെയ്തു? എന്താ ചെയ്തേ? ഛാത്ത ഖോല. ഖോല മാനെ ടു ഓപ്പൺ. അദ്ദേഹത്തിന്റെ കുട എന്ത് ചെയ്തു? തുറന്നു. क्या है? खोला. खोला माने ओपन्ड. ഓപ്പൺഡ്. അദ്ദേഹത്തിന്റെ കുട നിവർത്തി, തുറന്നു. വഹ് ഭീഗിനെ സേ ബച്ച് ഗയ. എന്നിട്ടോ അദ്ദേഹം നനയുന്നതിൽ നിന്ന് എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ബച്ച് ഗയ, ബച്ച് ഗയ മീൻസ് സേവ്ഡ്. ക്യാ ഹേ? ബച്ച് ഗയ, ബച്ച് ഗയ, സേവ്ഡ്. ബച്ച് ഗയ ക്യാ ഹേ? സേവ്ഡ്. അദ്ദേഹം മഴ നനയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ നോക്കിക്കേ എന്താണ് കഥ. सबसे पहले पूर्व दिशा की हवा ने कहा मैं वर्षा को बुलाऊंगी और गुलगुल सिंह को भिगो दूंगी. अचानक वर्षा होने लगी, लेकिन गुलगुल सिंह के पास तो छाता था. उसने छाता खोला और वह भीगने से बच गया. അതായത് ഈസ്റ്റ് ദിശയിലുള്ള നമ്മുടെ പൂർവ്വ ദിശയിലുള്ള കാറ്റു പറഞ്ഞു ഞാൻ മഴയെ വിളിക്കും. മഴ വരുമ്പോൾ, മഴ പെയ്യുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? നനഞ്ഞു മാറും. അപ്പോഴേക്കും അയാളെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ പൂർവ്വ ദിശയിലെ കാറ്റു പറഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്തു? പെട്ടെന്ന് മഴ പെയ്തു തുടങ്ങി. മഴ പെയ്തപ്പോഴോ അദ്ദേഹം, നമ്മുടെ ഗുൽഗുൽ സിംഹിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? കുടയുണ്ടായിരുന്നു. അദ്ദേഹം കുട നിവർത്തുകയും മഴ നനയാതെ അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ പൂർവ്വ ദിശ, എൻ്റെ ഈസ്റ്റ് സൈഡിലുള്ള കാറ്റിന് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല അല്ലേ? കാരണം അദ്ദേഹം തോറ്റോ? ഇല്ല. അദ്ദേഹം മഴ പെയ്തപ്പോൾ എന്ത് ചെയ്തു? കുട നിവർത്തി. മഴ നനഞ്ഞോ? ഇല്ലല്ലോ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ജയിക്കുകയല്ലേ ചെയ്തത്. ആര് തോറ്റുപോയി ഇവിടെ? പൂർവ്വ ദിശയിലെ കാറ്റ് തോറ്റുപോയി. ശരിയല്ലേ? അപ്പോൾ എന്താണ് മീനിങ്? ക്യാ ഹേ? ഹവ, വിൻഡ്, വർഷ, റെയിൻ, ഭിഗോ, സോക്ഡ്, അച്ചാനക്, ഫാസ്റ്റ്, പാസ്, നിയർ, छाता, अम्ब्रेला, खोला, ओपन्ड, बच गया, सेव्ड. बच गया, सेव्ड. तो अगला पेज नंबर 20. उसके बाद पश्चिम दिशा की हवा ने तेज भूख मारी और अचानक बर्फबारी होने लगी. लेकिन गुलगुल सिंह ने गर्म कोट पहन रखा था. उसने कोट को अपने शरीर के चारों ओर लपेट लिया और वह बर्फबारी से बच गया. അപ്പം ഇവിടെ എന്താ സംഭവിച്ചേ? ഉസ്കേ ബാദ്, ബാദ് ആഫ്റ്റർ, അതിനുശേഷം. ഉസ്കേ ബാദ്, ബാദ് ക്യാ ഹേ? ബാദ് ആഫ്റ്റർ.
आफ्टर, बाद क्या है आफ्टर. അതിനുശേഷം पश्चिम दिशा की हवा ने तेज भूख मारी. पश्चिम दिशा, पश्चिम दिशा क्या है പടിഞ്ഞാറ് വശത്തുള്ള പടിഞ്ഞാറ് സൈഡിലുള്ള കാറ്റ്. പശ്ചിം ദിശാ കി ഹവ, പശ്ചിം ദിശാ കി ഹവാനെ തേസ് ഭൂക് മാരി, വളരെ ശക്തമായിട്ട്. തേസ് മാനെ വളരെ വേഗതയിൽ, ഫാസ്റ്റ്. തേസ് ये देखो तेज, तेज माने फास्ट. क्या है फास्ट, വളരെ ശക്തമായിട്ട്. भूख मारी, भूख मारी क्या है भूख मारना ब्लू. भूख വീശുക എന്നുള്ളതാണ് അർത്ഥം. भूख क्या है വീശുക. और अचानक बर्फबारी होने लगी. अचानक, അച്ചാനക് क्या है അച്ചാനക് ഫാസ്റ്റ്, പെട്ടെന്ന്. അപ്പോൾ സഡൻലി എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട്. ഫാസ്റ്റ് മാത്രമല്ല സഡൻലി എന്നുള്ള മീനിങ്ങും ഉണ്ട്. പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു? ബർഫ്ബാരി ഹോനെ ലഗി. ബർഫ്ബാരി क्या है ബർഫ്ബാരി, ബർഫ്ബാരി സ്നോഫാൾ. സ്നോഫാൾ क्या है സ്നോഫാൾ, അതായത് മഞ്ഞ് പൊഴിയാൻ തുടങ്ങി. ബർഫ്ബാരി क्या है സ്നോഫോൾ, മഞ്ഞ് വീഴ്ച, മഞ്ഞ് വീഴാൻ തുടങ്ങി. ലേക്കിൻ ഗുൽഗുൽ സിംഹനെ ഗരം കോട്ട് പഹൻ രഖാ ഥാ. പക്ഷെ എന്ത് ചെയ്തു നമ്മുടെ ഗുൽഗുൽ സിംഹൻ? എന്ത് ചെയ്തു? ഗരം കോട്ട്. ഗരം കോട്ട് क्या है ഗരം കോട്ട് മാനെ ഗരം കോട്ട്, വാം കോട്ട്. വാം കോട്ട്, വാം എന്താണ് ചൂട്. ഗരം മാനെ വാം ചൂട്, കോട്ട് കോട്ട്. അപ്പോൾ ഗരം കോട്ട് അതായത് തണുപ്പ് കാലത്ത് നമ്മൾ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പിളി കുപ്പായം ഉണ്ടല്ലോ, കമ്പിളി ഉൽപ്പന്നം കൊണ്ടുണ്ടാക്കിയ കോട്ട്, അതിടാൻ തുടങ്ങി. അതിട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു, കമ്പിളിക്കോട്ട് ഉണ്ടായിരുന്നു. ഉസ്നെ കോട്ട് കോപ്പനെ ശരീർ കെ ചാരോ മോർ ലെപ്പേർട്ട് ലിയ. അദ്ദേഹം എന്ത് ചെയ്തു? അപ്പനെ ശരീർ, തൻ്റെ ശരീരം. ശരീർ क्या है ശരീർ മാനെ ബോഡി. ശരീർ क्या है ബോഡി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്തു? കോട്ടെടുത്തിട്ടു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കോട്ടിട്ടിട്ട് എന്ത് ചെയ്തു? ശരീരക്ക് ചാരോ മോർ ലെബേർട്ട് ലിയ. ചാരോ മോർ എന്ന് വെച്ചാൽ എന്താ? 4 വശത്തും. ചാരോ മോർ, ചാരോ മോർ 4 വശത്തും അദ്ദേഹം എന്ത് ചെയ്തു? ലെപ്പേർട്ട് ലിയ. ലെപ്പേർട്ട്, ലെപ്പേർട്ട് മാനെ क्या है ലെപ്പേർട്ട്? यहाँ देखो हवा, ലെപ്പേർട്ട്. റാബ്ഡ്, ലെപ്പേട്ന റാബ്ഡ്. അതായത് അദ്ദേഹം എന്ത് ചെയ്തു? 4 വശത്തും കോട്ടാൽ ചുറ്റപ്പെട്ടു, മൂടപ്പെട്ടു. और वह बर्फबारी से बच गया. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മഞ്ഞ് വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു. बच गया, हम पहले यहाँ लिखा है बच गया. कहाँ है बच गया माने സേവ്ഡ്. क्या है बच गया സേവ്ഡ്. അപ്പം അദ്ദേഹം അങ്ങനെയാണ് മഞ്ഞ് വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പം മനസ്സിലായില്ലേ? ഉസ്കെ ബാദ് പശ്ചിം ദിശാക്കി ഹവാനെ തേസ് ഭൂക് മാരി. അപ്പോൾ മഴ ആദ്യം പെയ്തു കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? പശ്ചിം ദിശയിലുള്ള കാറ്റു പറഞ്ഞു, ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? ആ കാറ്റ് എന്താ ചെയ്തത്? തേസ് ഭൂക് മാരി, വളരെ വേഗതയിൽ, വളരെ ശക്തമായിട്ട് എന്ത് ചെയ്തു? കാറ്റു വീശി. അപ്പോൾ എന്ത് ചെയ്തു? അച്ചാനക്, പെട്ടെന്ന് തന്നെ, ബർഫ്ബാരി ഹോനിലേക്ക്, പെട്ടെന്ന് തന്നെ മഞ്ഞ് വീഴാൻ തുടങ്ങി. ആ മഞ്ഞ് വീഴ്ചയിൽ എന്ത് ചെയ്തു? ഗുൽഗുൽ സിംഗ് അപ്പനെ ഉസ്കെ ഹാത്ത് മേ ക്യാ ഥാ ഗരം കോട്ട് താ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല ഗരം കോട്ടുണ്ടായിരുന്നു, ചൂട് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള കോട്ടുണ്ടായിരുന്നു. ആ കോട്ട് അദ്ദേഹം എടുത്ത് ധരിച്ചു. പഹന്ന ക്യാ ഹെ വിയർ, പഹന്ന വിയർ, അദ്ദേഹം എടുത്ത് ധരിച്ചു. ഉസ്നെ കോട്ട് കോ അപ്പനെ ശരീർ കെ ചാരോ മോർ ലെബേട്ട് ലിയ. എന്നിട്ട് കോട്ട് വെച്ചിട്ട് 4 വശവും മൂടി. അതിനുശേഷം എന്ത് ചെയ്തു? അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? വഹു ബർഫബാരി സെ ബച്ച് ഗയ. അപ്പം കോട്ട് മൂടിയപ്പോഴത്തേക്കും പിന്നെ മഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വീഴുന്നില്ലല്ലോ. അങ്ങനെ അദ്ദേഹം വീണ്ടും അതിൽ വിജയിച്ചു അല്ലേ? ആര് തോറ്റു? പശ്ചിം ദിശയിലുള്ള കാറ്റ് തോൽക്കുകയും ചെയ്തു. तो ये है हमारी कहानी. तो ये एक और बार मैं वाचन करती हूँ यहाँ.
सबसे पहले पूर्व दिशा की हवा ने कहा, मैं वर्षा को बुलाऊंगी और गुलगुल सिंह को भिगो दूंगी। अचानक वर्षा होने लगी, लेकिन गुलगुल सिंह के पास तो छाता था। उसने छाता खोला और वह भीगने से बच गया। उसके बाद पश्चिम दिशा की हवा ने तेज भूख मारी और अचानक बर्फबारी होने लगी, लेकिन गुलगुल सिंह ने गर्म कोट पहन रखा था। उसने कोट को अपने शरीर के चारों ओर लपेट लिया और वह बर्फबारी से बच गया. ഇത്രയും മനസ്സിലായോ? അപ്പം 4 വശത്തുള്ള കാറ്റുകളും കൂടി ചേർന്നിട്ട് ഇദ്ദേഹത്തെ കളിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ആ സമയം പൂർവ്വദിശയിൽ ആദ്യം ആരാണ് കളിപ്പിക്കുന്നത്? പൂർവ്വദിശയിലുള്ള കാറ്റ് പറഞ്ഞു, ഞാനാണ് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത്. എങ്ങനെ തോൽപ്പിക്കും? മഴ പെയ്യിപ്പിച്ച് അദ്ദേഹം അപ്പം മഴയിൽ നനയുകയും അദ്ദേഹം അങ്ങനെ തോൽക്കുകയും ചെയ്യുമെന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ ദിശ പശ്ചിം ദിശയിലെ കാറ്റ് പറയും, അങ്ങനെയല്ല, ഞാൻ കാറ്റ് വീശും, വളരെ ശക്തമായിട്ട് കാറ്റ് വീശുമ്പോഴത്തേക്കും മഞ്ഞുവീഴ്ച ഉണ്ടാവുകയും ആ മഞ്ഞിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യത്തെ തവണ കുടയെടുക്കുകയും മഴ നനയാതെ രക്ഷപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ തവണ ഗരം കോട്ട് ഇടുകയും ശരീരം പൊതിയുകയും ചെയ്തപ്പോൾ എന്ത് വീണില്ല അദ്ദേഹത്തിൻ്റെ ശരീരത്ത്? മഞ്ഞ് വീണില്ല. അങ്ങനെ അദ്ദേഹം പിന്നെയും രക്ഷപ്പെട്ടു അല്ലേ. അപ്പോൾ तो बाकी पैराग्राफ हम अगले क्लास में पढ़ेंगे. धन्यवाद.